നിങ്ങൾ വണ്ടി നിർത്തിയിടുമ്പോഴും ഒക്കെ ഈ സംഭവം, ഈ കാണുന്ന സിമ്പൽ, ഈ കാണുന്ന സ്വിച്ച് നിങ്ങൾ ഓണാക്കി വേണം ഇടാൻ, ഓഫാക്കി ഇടരുത് ഒരിക്കലും. നമ്മൾ സാധാരണ ഇത് ഓഫാക്കി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ വായു അകത്തേക്ക് കയറാനും അത് ശുദ്ധീകരിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മളിത് തുറന്നിടുന്നത്. പിന്നെ AC ഒക്കെ കൂടുതലാകുമ്പോൾ നമ്മളിത് തുറന്നിടും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ. അത് കഴിഞ്ഞ് വണ്ടി കൊണ്ടുവന്ന് ഗ്യാരേജിലിട്ട് കഴിയുമ്പോൾ ഇത് അടച്ചിടണം, ഈ വെൻറ്റിലേഷൻ. അതെന്തിനാണെന്ന് ഞാൻ പറയാം. കഴിഞ്ഞിടയ്ക്ക് എലി ശല്യം ഉണ്ട്. വണ്ടിക്കകത്ത വയറിങ്ങുകളൊക്കെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ചിലർക്കൊക്കെ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വയറിംഗ് കിറ്റ് മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ AC ഫിൽറ്ററിനകത്ത്, ഇതിനുള്ളിൽ കൂടി AC ഫിൽറ്ററിനകത്ത് കയറും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ഒരു എൻ്റെ വണ്ടിയുടെ ഷോറൂമിൽ തന്നെ കൊടുത്ത് ഒരു റാറ്റ് പ്രൊട്ടക്ഷൻ, അതായത് എല്ലാ കേബിളുകളിലും ഒരു റാറ്റ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. സ്റ്റീലിൻ്റെ ഒരു മെഷ് വെച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ എല്ലാ വയറിങ്ങുകളിലും ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് കമ്പനികൾ. അപ്പോൾ ഞാൻ അത് ചെയ്തു. എല്ലാ വയറിങ്ങുകളും ഉള്ളിലും എല്ലായിടത്തും, എവിടെയൊക്കെ കേബിൾ ഉണ്ടോ ആ കേബിളുകളിലെല്ലാം ഈ സ്റ്റീൽ മെഷ് കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കും. മാത്രമല്ല ഇതിനുള്ളിൽ, അതായത് ഈ നമ്മുടെ വെൻറ്റിലേഷൻ തുറന്നു കിടക്കുന്നതിൻ്റെ അവിടവും ഇതുപോലെ മെഷ് വെച്ചിട്ട് അടച്ചിടണം. അതിപ്പോൾ കാണാൻ കഴിയില്ല, കാരണം ഇത് ക്ലോസ് ചെയ്തത് കാരണം. അപ്പോൾ ആ വെൻറ്റിലേഷനിലും കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഏറെക്കുറെയൊക്കെ 100% നമുക്ക് ഒന്നിനും ഒരു ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഏതായാലും ഇത് ചെയ്ത്, കാരണം ഇത് വയറിങ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ അനേകായിരം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിലും ഭേദമാണ് ഒരു ചെറിയ തുക കൊടുത്ത് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്.